കഴിഞ്ഞ ദിവസം റിപ്പോർട്ട്, അതായത് ഈ പറയുന്ന റിപ്പോർട്ട്, ഈ പറയുന്ന ന്യൂസ് ചാനലെല്ലാം നമ്മുടെ ഈ പറയുന്ന വിഡ്ഢികളായിട്ടുള്ള ന്യൂസ് മീഡിയാസ് അല്ല, അതായത് വെറുതെ ഏതെങ്കിലും സ്ലേവ്സിനെ പോലെ എന്തെങ്കിലും മനുഷ്യരെ തമ്മിൽ തല്ലിച്ചു ഈ പറയുന്ന ആവശ്യമില്ലാത്ത ന്യൂസ് എല്ലാം തരുന്ന നമ്മുടെ ടി വിയിൽ കാണുന്ന ന്യൂസ് റിപ്പോർട്ടുകളല്ല ഇരുന്നില്ല. ഇതെല്ലാം റിലാക്സ് പേഴ്സണെ പോലെ യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റിക്കുന്നത് പോലെ സമസ്ത ലോകത്തിലും ആ ഒരു സത്യം, ധർമ്മം, ന്യായം എല്ലാം കൊടുക്കണമെന്നുള്ള ഭയമില്ലാത്ത ആൾക്കാരുടെ ന്യൂസ് ചാനലിലെ ന്യൂസുകളാണ്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനിയെല്ലാം നമ്മളെ വെല്ലുവിളിച്ചു. അതായത് നിങ്ങൾ ഇനി എന്ത് കഴിക്കണം, ഇന്ത്യക്കാരെ എന്ത് കഴിക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. ഓക്കെ, ഞങ്ങൾ തീരുമാനിക്കണേ നിങ്ങൾ കഴിക്കുള്ളൂ. കാരണം ഈ പറയുന്ന ഗവൺമെന്റ് അറിയും, ഈ പറയുന്ന ജുഡീഷ്യറി ആണെങ്കിലും ഇവരെല്ലാം അവരുടെ ഒരു കൈപ്പാവുകളാണ്. ഓക്കെ, അതായത് ഈ വിഡ്ഢികളൊന്നും അവർക്കെതിരെ സംസാരിക്കില്ല. കാരണം അവരുടെ നിന്നുള്ള പണം മേടിച്ചിട്ടുള്ള ആ ഒരു പട്ടിയുടെ കഴുത്തിൽ ഇങ്ങനെ ചങ്ങലിട്ടേക്കണ പോലെയാണ് ഈ ചങ്ങലയുടെ അറ്റം ആ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലായിരിക്കും. അപ്പോൾ ഈ ഒരു പൊളിറ്റീഷ്യൻസും ഈ പറയുന്ന ജുഡീഷ്യറി ഒന്നും നമുക്കെതിരെ സംസാരിക്കില്ല. അതിന്റെ ഏറ്റവും വലിയ പരിണാമ ഫലമാണ് ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും, അതായത് ഏതൊരു സൂപ്പർ മാർക്കറ്റിലുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ആണെങ്കിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽസ്, ഇതെല്ലാം കണക്ട് ആണ്. പിന്നെ വേറൊരാളുണ്ട് കോസ്മെറ്റിക്സ്. ഇത് മൂന്നും കൂടി കണക്ട് ആണ്. ഈ മൂന്നും കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ ജീവിതം. നമ്മൾ വലിയ ഹീറോ ആയിട്ട് കാണുന്ന ഈ പറയുന്ന സിനിമ നടന്മാർ, ഈ പറയുന്ന ക്രിക്കറ്റ് കളിക്കാർ, ഫുട്ബോൾ കളിക്കാർ, എല്ലാവരും ആ ഒരു മൾട്ടിനാഷണൽ കമ്പനി പൈസ കൊടുത്ത് മേടിച്ചിട്ട് അവരുടെ വേഷം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്കും നമ്മുടെ ഉള്ളിലേക്കും എല്ലാവരും ബ്ലെൻഡ് ചെയ്യും. അങ്ങനെ തന്നെയാണ് നമ്മുടെ എല്ലാവിധ അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും ശരീരം എല്ലാം മാറി. നമ്മുടെ അനാട്ടമി ഇതാണ് അനാട്ടമി, അതായത് പ്ലെയിൻ ബോഡി, നല്ല ഫിസിക്ക്, നല്ല ആരോഗ്യം. പക്ഷെ ഇപ്പൊ എല്ലാം നമ്മൾ വയറിലാൻ ചാടി മീശയും താടി ഒന്നും മണിയില്ല. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ പോലെ സംസാരമായി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു നട്ടിലില്ല, ആ ഒരു ശക്തിയില്ല. പുതിയ റിപ്പോർട്ട് വന്നു, അതായത് പുതിയ പിള്ളേരെല്ലാം മണ്ടന്മാരാവുന്നു. കാരണം ആ മണ്ടന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിനുള്ളിൽ തന്നെയാണ്. അവർ യാതൊരു കാര്യത്തിൽ ബ്ലെൻഡ് ആവുന്നില്ല. അവർക്ക് ജീവിതം മടുത്തു. അതായത് സ്വന്തം ജീവിതത്തിൽ 10-12 വയസ്സ് തന്നെ അവർക്ക് മടുക്കും. അതോടൊപ്പം തന്നെ ലഹരി പദാർത്ഥങ്ങളെല്ലാം നമ്മുടെ ഗവൺമെന്റ് ഒഴിക്കുന്നു, നമ്മുടെ ബയോമാഗ്നറ്റ്സ് ഇല്ലാതാക്കുന്നു, നമ്മുടെ ലൈഫ് ഫോഴ്സ് ഇല്ലാതാക്കുന്നു. ഇതെല്ലാം ഹൈലി നോളജ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് തന്നെയാണ്. അപ്പോൾ ഇതിന് കൂട്ടുനിൽക്കുന്നു ഇവിടുത്തെ യങ്സ്റ്റേഴ്സും. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ എന്താണ്, മണ്ടന്മാരുണ്ടായിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ എന്താണ്, നമ്മുടെ രാജ്യം സുഡാനി അല്ലെങ്കിൽ ഏറ്റവും നരകതുല്യമായി മാറും. പക്ഷെ അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റക്കാണെങ്കിൽ ഈ പറയുന്ന 5% ആൾക്കാർ എന്റെ ഒപ്പം വരുന്നതാണ്. അതായത് ഈ സമസ്ത കാര്യങ്ങളും അറിഞ്ഞിട്ടും വേറൊരു സോഴ്സ് ഇല്ലാതെ, ഒരു ലീഡർഷിപ്പ് ഇല്ലാതെ നിൽക്കുന്ന കുറച്ച് 5% ആൾക്കാരുണ്ട്. അപ്പൊ അവരെന്റെ അടുത്തേക്ക് വരുന്നതാണ്, ഞാൻ നയിക്കുന്നതാണല്ല. അല്ലെങ്കിൽ ഈ പറയുന്ന സമസ്ത പ്രപഞ്ചം ഇതുപോലെ യൂട്യൂബ് എല്ലാം ഈ പറയുന്ന കാലുവേന, മുട്ടുവേന, കൈവേന എന്ന് പറയുമ്പോൾ ബെഡ് മേടിക്കും. ഓക്കെ, അതാ ബെഡ് മേടിക്കുമ്പോൾ മാറും. അതായത് നമ്മളൊന്നും അനക്കാതെ, നമ്മളൊന്നും ശുദ്ധമായ വായു ശ്വസിക്കാതെ, ശുദ്ധമായ ഭക്ഷണം കഴിക്കാതെ, നമ്മുടെ കൈയും കാലൊന്നും അനക്കാതെ വെക്കുമ്പോൾ നമുക്ക് കൈയും കാലും വേനയെല്ലാം ബയോമാഗ്നറ്റിസം സ്റ്റക്ക് ആകുമ്പോൾ വരുന്നതിന് ബെഡ് മേടിക്കുക. അല്ലെങ്കിൽ ക്ലോറിൻ വെള്ളത്തിൽ ഈ പറയുന്ന പ്രോപ്പറായിട്ടുള്ള ഫുഡ് കഴിക്കാതെ സ്ട്രെസ് ടെൻഷൻ വരുമ്പോൾ നമുക്ക് മുടി തരക്കുമ്പോൾ നമ്മൾ ഡൈ അടിക്കൂ, ഈ പറയുന്ന കൊതുകിന്റെ അങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ, അതായത് വിറ്റുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അതായത് നിങ്ങളുടെ കയ്യിലെ പണവും നിങ്ങളുടെ ആരോഗ്യം മേടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനീസ് ആണ്. അതായത് ഈ ഒരു മൊബൈൽ ഫോൺ വഴി, ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് വഴി, ഈ പറയുന്ന സിനിമാ നടന്മാരും വഴിയല്ല. പക്ഷെ ഇതിന്റെ എല്ലാം അറ്റം ഈ പറയുന്ന കുഞ്ഞുങ്ങൾ കിടന്ന് അറിയിക്കേണ്ടി വരും. അത് പല രീതിയിലത്തെ അസുഖങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി ഒരു 5 വർഷം, ഞാൻ പറഞ്ഞേ അത്രേ ഉള്ളൂ, 5 വർഷത്തിനുള്ളിൽ തന്നെ എല്ലാവിധ കുഞ്ഞുങ്ങളും സിക്കായിട്ടുണ്ടാവും. അതായത് അവരുടെ ജീവിതം അങ്ങനെയായി കഴിഞ്ഞു. പക്ഷെ ഇതെല്ലാം ഞാൻ പ്യൂരിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, നോ വറി.